ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഷെയ്ഖ ദ ഹോം ഷെഫ്. ഇതിപ്പോൾ കണ്ടല്ലോ എന്താണെന്ന്. ഇതാണ് നല്ലൊരു മത്തൻ, അതായത് പിയണി അല്ലെങ്കിൽ പംകിൻ എന്നൊക്കെ പേരുള്ള ഒരു വെജിറ്റബിളാണിത്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ചതാണ്. അത്രയും നല്ല ഒരു ഡാമേജ് ഒന്നുമില്ലാതെ ചീത്തയാവാത്ത നല്ലൊരു പിയണി നമ്മൾക്ക് തന്നെ ഇവിടെ വീട്ടിൽ വിളഞ്ഞ് കിട്ടിയതാണ്. അതിൽ നിന്ന് ഞാൻ 2 പീസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിയണിയും പയറും കൂടി ഇട്ട് ചേർത്ത് നന്നായിട്ട് ഉടച്ച് കറി വയ്ക്കാം. എല്ലാവരും ഉണ്ടാക്കും, ഇത് ഉണ്ടാക്കാത്തവരാരുമില്ല. സദ്യക്കൊക്കെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണിത്. അല്ലെങ്കിലും ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. ഇതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. പിയണിയും പയറും കൂടെ ചേർത്ത് ഉടച്ച് വയ്ക്കുമ്പോൾ ആ ഒരു ചോറിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ ടേസ്റ്റും അതിനകത്തുണ്ട്. അതിൽ അടങ്ങിയിട്ടുള്ള കണ്ടൻറ്റ് അങ്ങനെയാണ്. അപ്പോൾ അത്രയ്ക്ക് രുചികരമായിട്ട് നമുക്ക് എങ്ങനെ വെക്കാമെന്ന് നോക്കാം, എങ്ങനെ ഇത് കുക്ക് ചെയ്യാൻ നോക്കാം. ഞാൻ അതിലേക്ക് ആവശ്യമുള്ള പയർ, അതായത് പിയണിയുടെ പകുതി പയർ മതി. പിയതി കട്ട് ചെയ്തെടുത്താൽ അതിൽ പയറിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞിരിക്കണം. അപ്പോൾ അത് ഞാനൊരു 1/4 കപ്പ് പയർ ഒരു ചെറിയ കുക്കറിൻ്റെ അടുത്ത് കഴുകി വൃത്തിയാക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊരു 3-4 വിസിൽ, അതിൻ്റെ വേവനുസരിച്ച് കുക്കറിൻ്റെ ഓരോ കുക്കറിന് ഓരോ ഭാഗമാണല്ലോ. അപ്പോൾ അതിൻ്റെ വേവനുസരിച്ച് ഒരു 3-4 വിസിൽ കേട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. സെയിം ടൈമിൽ തന്നെ ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ട് സ്റ്റാർട്ടിങ്ങിൽ കടുക് താളിക്കുന്നൊന്നുമില്ല. അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ആ പിയണി കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ട് അതിലൊരു 10-15 ചെറിയ ഉള്ളിയും പിന്നെ ഒരു ഉണ്ട വെളുത്തുള്ളി, അതായത് ഒരു 10-15 അല്ലി വെളുത്തുള്ളിയും 3 പച്ചമുളകും പിന്നെ കുറച്ചധികം കറിവേപ്പില നമ്മുടെ ഒരു മായവും ഒന്നുമില്ലാത്ത നല്ല നമ്മുടെ തന്നെ സ്വന്തം കറിവേപ്പില ആയിട്ടാണ് അങ്ങ് വാരിക്കോരി ഇടുന്നത്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. കറിവേപ്പില എത്ര ഇട്ടാലും മതിയാവില്ല. അതിൻ്റെ ഒരു ഫ്ലേവറും അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഗുണങ്ങളും അറിയാമെന്നുള്ളവർ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് പിന്നെ അതിന് വേണ്ടുന്ന വെള്ളവും ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. എല്ലാവരും ഇങ്ങനെ തന്നെയാണോ പിയണിയും പയറും ഉടച്ച് വെക്കുന്നത്? പയറും പിയണിയും കൂടെ ഒരുമിച്ച് വയ്ക്കുമ്പോൾ നമ്മൾ പിയണിയിൽ ഇത്രയും സംഭവങ്ങൾ എല്ലാവരും ചേർക്കാറുണ്ടോ? എങ്ങനെയാണ്? എല്ലാം കൂടെ ഒരുമിച്ച് കുക്കറിലിട്ടാണോ കുക്ക് ചെയ്യുന്നത്? ഞാൻ അങ്ങനെ വെക്കാറുണ്ട്. പയർ വെന്തതിന് ശേഷം ഇത്രയും സംഭവങ്ങളെല്ലാം കൂടെ കുക്കറിൽ ഇടും. പിന്നെ ഇപ്പോൾ വീഡിയോ ഒന്ന് എടുത്ത് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ എനിക്കിങ്ങനെ തോന്നുമ്പോൾ മൺചട്ടിയിൽ പിയണി മാത്രമായിട്ട് കുക്ക് ചെയ്യും. കുക്കറിൽ പയറും വെച്ചിട്ട് തമ്മിൽ അവസാനം എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യും. ഇനി അതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് ഞാൻ ഒരു 1/2 കപ്പ് ചെറിയ തേങ്ങയിൽ ഒരു 1/2 സ്പൂൺ ജീരകവും ഒരു 2 തണ്ട് കറിവേപ്പില, അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് അത് മാത്രമേ അരയ്ക്കുന്നുള്ളൂ. പിന്നെ ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലിപ്പോൾ വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല. എല്ലാം ഞാൻ വെളുത്തുള്ളി പച്ചമുളക് എല്ലാം പിയണിയിൽ ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പയർ വെന്തത് കുക്കായ പയറിനെ ഈ പിയണിയുടെ മൺചട്ടിയിലേക്ക് മാറ്റിയത് ഉള്ള വീഡിയോ എൻ്റെ ഒന്ന് മിസ്സായിപ്പോയി. അതെടുക്കാൻ പറ്റിയില്ലായിരുന്നു. എന്നിട്ടിപ്പം പിയണിയും പയറും എല്ലാം കൂടെ നന്നായിട്ട് ഉടച്ച് റെഡിയാക്കി വെച്ചതിലേക്കാണ് ഈ അരപ്പ് ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ ഷെയറും സപ്പോർട്ടും ചെയ്ത് ഒന്ന് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വെറൈറ്റി വീഡിയോകളുമായിട്ട് വരാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. ഇതേ സെയിം രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ എല്ലാം ഇതേപോലെ തന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രുചിയാണ്. നമുക്ക് ചോറിന് വേറെ ഒരു കറിയും വേണ്ട, അത്രയ്ക്കും രുചിയാണ്. അത് അത്രയും കഴിച്ചത് കൊണ്ടാണ്. അത്രയ്ക്കും ഗ്യാരൻറ്റിയാണ്. സംഭവം അടിപൊളിയാണ്. വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്ത് പിയണിയും വെന്ത് എല്ലാം. പിന്നെ ലാസ്റ്റ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം കറിവേപ്പിലയും കൂടെ ഇടുന്നതേ ഉള്ളൂ. കടുക് താളിച്ചൊഴിക്കുന്നില്ല. ലാസ്റ്റ് ഇത് ഇറക്കുന്ന നേരത്ത് അടുപ്പ് ഓഫ് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് കറിവേപ്പില ഇട്ടിട്ട് പിന്നെ ഒരു അരമണിക്കൂറോളം നമ്മൾ അടച്ച് വെച്ചിട്ട് ശരിക്കും നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് മാത്രം തുറന്നൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അടിപൊളി മണവും നല്ല രുചിയുമുള്ള നല്ലൊരു പിയണി പയറും ഉടച്ച് കറിയാണ്. ഇതിൻ്റെ സ്പെഷ്യൽ വേറെ പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പയറും പിയണിയും കൂടെ ഉള്ള ഈ ഉടച്ച് കറി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് കണ്ട്
ഇത് കണ്ടതിന് ശേഷം ഇതുപോലെ തന്നെ കുക്ക് ചെയ്തിട്ട് എനിക്കൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ കേട്ടോ. പിന്നെ ഇതുപോലെയാണോ ഉണ്ടാക്കുന്നത്, നിങ്ങൾ ചെയ്യുന്ന രീതികൾ, കുക്ക് ചെയ്യുന്ന രീതികൾ എങ്ങനെയാണെന്നും കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ എനിക്കും അതുപോലെ തന്നെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാമല്ലോ. ടേസ്റ്റ് ഏതിനാണ് കൂടുതലെന്ന് ഇൻഷാ അല്ലാഹ്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഓക്കെ, താങ്ക് യു.